ഹലോ ഹലോ, ഞാനിവിടെ പാലക്കാടാണ്. ഞങ്ങൾ 2 ദിവസത്തിൽ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകും. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ ഇവിടുത്തെ ലുലു മോൾ ഒന്ന് കണ്ടാലോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ അനിയൻ്റെ കൂടെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇവനെ ആരും ഇതുവരെ കണ്ടിട്ടില്ല തോന്നുന്നു. ചാനലിൽ ഞാൻ എൻ്റെ വീഡിയോസിലൊന്നിലും വന്നിട്ടില്ല. പാട്ടിൻ്റെ വീഡിയോയിൽ വന്നിട്ടുണ്ടാവും, പക്ഷെ അതല്ലാണ്ട് ഇങ്ങനത്തെ വീഡിയോസിലൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നണു. അപ്പോൾ ഞങ്ങളിപ്പം ലുലു മോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടുത്തെ തിരക്കൊക്കെ എന്തായിരിക്കും എന്നറിയില്ല. ഞങ്ങൾ ഇന്നാൾ തിരിച്ച് വന്നുകൊണ്ടിരുന്നു. അമ്പലപ്പുഴയിൽ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ പാലക്കാട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ ഭയങ്കര തിരക്കായിരുന്നു. അവിടെ അകത്ത് കയറാൻ പോലും ക്യൂ ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ അത്രയും തിരക്കുണ്ടെങ്കിൽ ചിലപ്പം ഞങ്ങൾ കയറില്ലായിരിക്കും, അറിയില്ല. പക്ഷേ തിരക്കൊന്നും ഉണ്ടാവില്ല. ഇന്നൊരു വർക്കിംഗ് ഡേയും കൂടിയാണ്, അതുകൊണ്ട് അത്രയും തിരക്കുണ്ടാവില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങളിവിടെ പാലക്കാട് ഒരു സ്ഥലത്ത് പാനിപ്പൂരി കഴിക്കാൻ പോവാണ്. കാരണം നമുക്ക് ഈ 2 ദിവസത്തിൽ മാക്സിമം യൂട്ടിലൈസേഷനാണ്, എല്ലാം ചെയ്യണം അതിന് വേണ്ടിയിട്ട്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അങ്ങനെ എല്ലാം. ഇവിടെ പാലക്കാട് ഒരു മേള എക്സിബിഷൻ എന്തോ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് നിങ്ങൾക്ക് കാണുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളിവിടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയാണ്. ആൻഡ് അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണുമെന്ന് അറിയത്തില്ല, പക്ഷേ ഇവിടെ ഒരു ടൈറ്റാനിക് ഒക്കെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താ തിരക്കില്ലേ? സ്കൂൾ ടൈം ആയതുകൊണ്ട് എന്താണ്? അല്ലല്ലോ, ഇപ്രാവശ്യം സ്കൂളും ഒന്നുമില്ലല്ലോ, വെക്കേഷൻ അല്ലേ. അത് കാണുന്നുണ്ട്, ടൈറ്റാനിക് കെട്ടി വെച്ചിട്ടുള്ളത്, ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇത് അതിൻ്റെ ഫസാഡാണ്. എന്താ പറയുക, അതിൽ റാക്കും റോസും ഒക്കെ ഉണ്ട്. ഇവിടെ ജയന്റ് വീലും അതൊക്കെ ഇതിൽ കാണുമെന്നറിയില്ല. അതാ ജയന്റ് വീലും ഒക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല, കാരണം സമയം കിട്ടിയിട്ടില്ല അതിൻ്റെ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു സാധനം റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു റൈസ് കുക്കർ വീട്ടിൽ അത് റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മേടിക്കാനായിട്ട് വന്നിരിക്കുക. അപ്പോൾ അത് അവൻ മേടിക്കാൻ പോയിരിക്കുകയാണ്. ഞാൻ കാറിൽ വെയിറ്റ് ചെയ്യണം. അയ്യോ, എൻ്റെ ചുണ്ടിൽ എനിവേ, എന്താണ്, ഞാൻ പോണ്ടിച്ചേരിയിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 ആഴ്ചയായിട്ട് നാട്ടിലാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ജേർണലിംഗ് വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 ആഴ്ചയായിട്ട് ഞങ്ങളിപ്പോൾ നാട്ടിലും പല സ്ഥലത്തുമാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഡിസംബർ 10-ാം തീയതി കണ്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ കുറേ പരിപാടികൾ അതിൻ്റെ ഇടയിൽ നടന്നു. നമ്മൾ പോണ്ടിച്ചേരി പോയി, നമ്മൾ പാലക്കാട് വന്നു, നമ്മൾ പിന്നെ അമ്പലപ്പുഴ പോയി, പിന്നെ ഷോർട്ടായിട്ടൊന്ന് നമ്മൾ കൊല്ലം വരെ പോയി. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു നമ്മൾ. അപ്പം ഭയങ്കര തിരക്കിലായിരുന്നു. ഞാൻ പോണ്ടിച്ചേരിയുടെ കുഞ്ഞൊരു വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വ്ളോഗ് ഷൂട്ട് ചെയ്യലും ഒക്കെ. ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരെ ചെയ്യാനായിട്ടും ഒക്കെ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത് കുറച്ച് ഭാഗങ്ങൾ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിലും ഒരു വോയിസ് ഓവർ ഇല്ലാണ്ട് അതിനൊരു കംപ്ലീഷൻ ഇല്ല. അതായത് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര പ്രശ്നമാണ്. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കാനുള്ള ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്നും എന്താ പറയുക ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഫുട്ടേജ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും സംസാരിക്കാത്തതുകൊണ്ട് അത് ഇത്തിരി ഇതായിട്ടുണ്ട്. അപ്പം ഞാനത് ഒന്ന് വോയിസ് ഓവർ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഞാനത് ബാംഗ്ലൂർക്ക് പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടേ അത് അപ്ലോഡ് ചെയ്യൂ. പക്ഷെ അതിന് മുമ്പേ തന്നെ ഈ വ്ളോഗ് വരും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇത്
അത്രയും ഫുട്ടേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ നമ്മളൊക്കെ പാവങ്ങളുടെ വ്ളോഗുകളാണ്, വലിയ വലിയ ഫുട്ടേജും വലിയ സ്റ്റൈലൈസ്ഡ് ഒന്നും അല്ല. ഞാൻ എൻ്റെ ഫോൺ കൊണ്ട് എടുക്കുന്നത് തന്നെയാണ് അപ്ലോഡ് ചെയ്യാൻ പോണത്. അതുകൊണ്ട് അങ്ങനെ വലിയ ഇതൊന്നും അല്ല. പക്ഷേ ഞാൻ കുറച്ച് ഫുട്ടേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ ഒന്ന് ആഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയിട്ട് വേണം ചെയ്യാൻ. പിന്നെ എന്താണ്, എൻ്റെ കയ്യിലൊരു ടാബ് ഉണ്ടായിരുന്നു. എനിക്കതൊരു ലക്കി ഡ്രോയിൽ കിട്ടിയ ഒരു ടാബാണ്. എനിക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയതാണ് ആക്ച്വലി. അത് ഇന്നലെ മാളു താഴെ ഇട്ട് പൊട്ടിച്ചു. അതിൻ്റെ സ്ക്രീനും ഡിസ്പ്ലേയും ഒക്കെ പോയി. അപ്പോൾ വലിയൊരു നഷ്ടത്തിൽ ഇരിക്കുകയാണ്. അത് ഭയങ്കര, എനിക്കത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഞാനൊരു ഷോക്കിലാണെന്നാണ്. എനിക്കിപ്പോഴും അത് കംപ്ലീറ്റ്ലി പ്രോസസ്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതായത് അത് പൊട്ടി എന്നുള്ളത്. ഞാൻ യൂഷ്വലി അതൊന്നും കൊടുക്കാറേ ഇല്ല അവൾക്ക്, കാരണം അത് ഇത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു സാധനം ആയതുകൊണ്ടും പ്ലസ് അതൊരു ഭയങ്കര അടിപൊളി സാധനമാണ്. അത് ഇന്ത്യയിലൊന്നും റിലീസായിട്ട് പോലും ഇല്ല. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് ഒരുപാട് അതുകൊണ്ട് പറയാനും പറ്റില്ല. പക്ഷേ അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ്. അത് എന്നിട്ട് അത് ഇവളുടെ കയ്യിൽ നിന്ന് അത് വീണ് പൊട്ടി. അപ്പം അങ്ങനെ അതിൻ്റെ ഷോക്കിലിരിക്കുകയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ. ഇപ്പോഴും അത് ഞാൻ പറഞ്ഞില്ല, കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതായിട്ട് അത് പോയി എന്നുള്ളത്. അവൻ വന്നു. അപ്പം ഞങ്ങൾ ഇനി പോയി പാനിപ്പൂരി കഴിച്ചിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ലുലു മോളിലേക്ക് പോകും. ഞങ്ങളിവിടെ പാനിപ്പൂരി കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ്. ഇവൻ കുറേ ദിവസമായിട്ട് എൻ്റെ അടുത്ത് വരണം കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇവൻ ഡെയിലി വരും. ഇത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു കടയാണ്. ഇന്നലെ വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ല, അത്രയും ഡിമാൻഡാണ്, തീർന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നു കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാണ് സംഭവം. നമ്മൾ ബാംഗ്ലൂരിലും ബോംബെയിലൊക്കെ കിട്ടുന്ന പോലെ ഓൺ ദ സ്പോട്ട് അല്ല, ഇങ്ങനെ എടുത്ത് പ്ലേറ്റിൽ തരുന്ന ഇതാണ്. ഓക്കെ താങ്ക് യു. അങ്ങനെ ഞങ്ങൾ 2 പ്ലേറ്റ് പാനിപ്പൂരി ഈച്ച് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ടുവേർഡ്സ് ലുലു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കടകൾ വന്നിട്ടുണ്ട് അല്ലേ പാലക്കാട്. നമ്മൾ പഠിക്കുന്ന സമയത്തൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര ഇങ്ങനെ ദാരിദ്ര്യമായിരുന്നു. ഇപ്പം പക്ഷേ ഈ ഒരുപാട് കടകളും സാധനങ്ങളും വന്നിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ ബ്രാൻഡുകളും അതും ഇതുമൊക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ മൊബൈലിന്റെ കട, ഫുഡ് എത്ര ഹോട്ടലുകളാണ് വന്നിരിക്കുന്നത്, കഫേയും ഹോട്ടലുകളും. അത് ശരിയാ, ഭയങ്കര കൂടുതലാണ് ഉള്ളത് ഇവിടെ. തുടങ്ങി അല്ല, എല്ലാ പ്രാവശ്യവും നമ്മളിപ്പോ ഒരു 2-3 മാസത്തെ ഗ്യാപ്പിലൊക്കെയാണ് വരണമെന്ന് വെച്ചാല്, എല്ലാ പ്രാവശ്യം വരുമ്പോഴും സ്വിഗ്ഗി എടുക്കുമ്പോൾ ഒരു 3-4 ഹോട്ടലെങ്കിലും പുതിയതുണ്ടാവും. അത് ആ ഏരിയയിലേക്ക് മാത്രം ഡെലിവറി ചെയ്യണ സ്ഥലങ്ങളും. അപ്പോൾ ഊഹിക്കാമല്ലോ അത് എത്രത്തോളം വന്നിട്ടുണ്ടെന്നുള്ളത്.
എത്തിയിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ്. ആക്ച്വലി ഞങ്ങൾക്ക് പുറത്തുനിന്ന് വരുമ്പോൾ തന്നെ കാണുന്നുണ്ടായിരുന്നു മുഴുവൻ വണ്ടികൾ പുറത്ത് ഫുള്ള് വണ്ടി നിർത്തിയിട്ടിരിക്കുക. അപ്പോൾ
ലുലു? പാലക്കാട് ഇതുപോലെ ഒരു സ്ഥലമില്ല, അതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷെ ഇന്ന് പിന്നെ അടുത്ത ദിവസമാണ്. ഞങ്ങൾ ഇന്നലെ പോയിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ചൊന്ന് ലേറ്റായി. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ വ്ളോഗ് ക്ലോസ് ചെയ്യാൻ മറന്നു. ഇന്ന് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് അത് ഞാൻ ഇതിൻ്റെ അവസാനം ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ. ഞങ്ങൾ ലുലുവിൽ പോയിട്ട് അവിടെ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. അതൊരു മോളെന്ന് പറയാനൊന്നും പറ്റില്ല. അത് ആക്ച്വലി അവരുടെ ലുലുവിൻ്റെ തന്നെ ഹൈപ്പർ മാർക്കറ്റും അവരുടെ തന്നെ ഫാഷൻ സ്റ്റോർ, അപ്പോൾ ക്ലോത്ത്സ് ഒക്കെ കിട്ടുന്ന സ്റ്റോറും, പിന്നെ അവരുടെ കണക്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറുണ്ട്, ഇലക്ട്രോണിക്സ് ഒക്കെ വിൽക്കുന്നത്. അപ്പോൾ അതുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഫുഡ് കോർട്ടുണ്ട്. പിന്നെ 1-2 ബ്രാൻഡിൻ്റെ കടകളുണ്ട്. ആകെ 2 ഫ്ലോറേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്നലെ പോയിട്ട് ഇതൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് അവിടുത്തെ ലുലു ഫാഷനിൽ ഞങ്ങൾ പിള്ളേർക്ക് 2 ഡ്രസ്സ് എടുത്തു. അതല്ലാണ്ട് വേറെ ഒന്നും ചെയ്തില്ല. നല്ല ഡ്രസ്സുകളൊക്കെ ആയിരുന്നു, നല്ല ഡിസ്കൗണ്ട് കിട്ടി. അപ്പോൾ 2 ഷർട്ടും 2 ഉടുപ്പും കൂടെ ഞങ്ങൾക്ക് 1800 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ അത് നല്ല ഓഫറായിരുന്നു, നല്ല മെറ്റീരിയലും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അതല്ലാണ്ട് വേറെ ഒന്നും മേടിച്ചൊന്നുമില്ല. പക്ഷേ അത് തന്നെ. അപ്പോൾ ഇതൊരു മോളെന്നൊന്നും പറയാനില്ല ഒബ്വിയസ്ലി, ബിക്കോസ് ഇറ്റ്സ് എ വെരി സ്മോൾ സ്പേസ്, വളരെ ചെറിയ സ്പേസാണ്. പക്ഷേ ഹൈപ്പർ മാർക്കറ്റിൽ ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആണ്. സോ ദാറ്റ് ഈസ് എ ഗുഡ് തിങ് എനിക്ക് തോന്നുന്നു. അത് കാരണം നിങ്ങൾക്ക് വേറെ കടകളിലൊന്നും കിട്ടാത്ത ഒരുപാട് സാധനങ്ങൾ അവിടെ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് അതിനകത്ത്. അപ്പോൾ ലുലു എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് വന്ന് ഞാൻ പുറത്തിരുന്നിട്ടാണ് റെക്കോർഡ് ചെയ്യണത്. കാരണം വീട്ടിനകത്ത് ഞങ്ങൾ നാളെ ബാംഗ്ലൂർക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മെസ്സാണ് മൊത്തത്തിൽ. ഞങ്ങൾ സാധനങ്ങളൊക്കെ അവിടെ കിടക്കുകയാണ്. പ്ലസ് പിള്ളേരുടെ ഇതും ടി വിയും എല്ലാം കൂടെ ആയപ്പോൾ ഞാൻ പുറത്ത് വന്നിരുന്നിട്ട് അത് എടുക്കണത്. അപ്പോഴത്തേക്കും വണ്ടികൾ പോകണം. എനിവേ, അപ്പോൾ അത് തന്നെ. അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ലുലുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ മാജിക് ഓവനിൽ കഴിക്കാൻ പോയി. അത് ഞങ്ങളുടെ എനിക്കിവിടെ വന്നാൽ എപ്പോഴും ഞങ്ങൾ മാജിക് ഓവനിൽ നിന്ന് വാങ്ങിക്കുകയും എന്തെങ്കിലും ചെയ്യും. അപ്പോൾ അങ്ങനെ മാജിക് ഓവനിൽ പോയിട്ട് ഭക്ഷണം വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ പിള്ളേർ ഉടുപ്പൊക്കെ ഇട്ട് നോക്കി. അങ്ങനെ അതിൻ്റെ ഇതിൽ പിന്നെ അങ്ങനെ വ്ളോഗ് ക്ലോസ് ചെയ്യാൻ മറന്നുപോയി. അപ്പം അതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് ദാറ്റ് യു എൻജോയ് ദിസ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഇതെല്ലാം ചെയ്യാൻ മറക്കരുത്. ഞാൻ കൂടുതലും വ്ളോഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എനിക്കറിയാം ദാറ്റ് ഇത്തിരി ഓക്വേർഡായിട്ട് തോന്നുന്നുണ്ടാവും ഞാൻ സംസാരിക്കണതോ, അല്ലെങ്കിൽ എനിക്ക് ഓക്വേർഡായിട്ട്, ലൈക്ക് നിങ്ങൾക്കല്ല ഞാൻ പറഞ്ഞാൽ, എനിക്കത് ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നുന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതൊരു ഇതിലിങ്ങനെ മടിച്ച് ചെയ്യണത്. പക്ഷേ ഐ എം ട്രൈങ് ടു ഡു ദാറ്റ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അതിന് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് ഇഫ് യു ലൈക്ക് ദീസ് കൈൻഡ് ഓഫ് വീഡിയോസ്. ആൻഡ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരയ്ക്കും ബൈ.